നിർത്താതെയുള്ള ചൂടിന് ഒരു അവധി കൊടുത്തുകൊണ്ട് ദാ മഴക്കാലം ഇങ്ങെത്തി. ഈ ചെറിയ വേനൽ മഴയുടെ അകമ്പടിയോടെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് മൺസൂണിന്റെ കാലമാണ്. മൺസൂണിനെ പറ്റിയും അതുമായി ബന്ധപ്പെട്ട ചില രസകരമായ കാര്യങ്ങളെ പറ്റിയുമാകട്ടെ പ്ലാനറ്റ് പീഡിയയുടെ ഇന്നത്തെ വീഡിയോ. മേടമാസത്തെ വിത്ത് വിതയ്ക്കലിനു ശേഷം ഇടവത്തിലെ കോരിച്ചൊരിയുന്ന മഴയ്ക്കായി അക്ഷമരായി കാത്തിരുന്ന ഒരു വലിയ കർഷക സമൂഹം പണ്ട് കേരളക്കരയ്ക്കുണ്ടായിരുന്നു. ഇടവപ്പാതി അഥവാ ഈ മൺസൂണിനെ കാലവർഷം, കാലവർഷക്കാറ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഭൂമിയിലെ കാലാവസ്ഥ തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് മൺസൂണിനുണ്ട്. കരഭാഗങ്ങളുടെ മീതെ രൂപപ്പെടുന്ന ലോ പ്രഷർ അഥവാ ന്യൂനമർദ്ദത്തിനു കാരണമായി മാസങ്ങളോളം വീശുന്ന ഒരു കാലികവാദമാണ് മൺസൂൺ കാറ്റ്. ഇതൊരു നിശ്ചിത കാലത്ത് വഴിമാറിയെത്തുന്നു. ഭൂമിയിൽ പല പ്രദേശങ്ങളിലായും വിവിധ തരത്തിലുള്ള മൺസൂൺ കാറ്റ് അനുഭവപ്പെടാറുണ്ട്. നോർത്ത് അമേരിക്കൻ മൺസൂൺ, നോർത്ത് ആഫ്രിക്കൻ മൺസൂൺ, ഇന്ത്യൻ മൺസൂൺ, ഈസ്റ്റ് ഏഷ്യൻ മൺസൂൺ, വെസ്റ്റേൺ നോർത്ത് പസഫിക് മൺസൂൺ, സൗത്ത് അമേരിക്കൻ മൺസൂൺ, ഓസ്ട്രേലിയൻ മൺസൂൺ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ കാറ്റിനെ തുടർന്ന് ഈ പ്രദേശങ്ങളിലൊക്കെ മഴക്കാലവും അനുഭവപ്പെടാറുണ്ട്. എങ്ങനെയാണ് ഈ കാറ്റും മഴയും ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇതിനെപ്പറ്റി പറയുന്നതിന് തൊട്ടു മുൻപായി ഇന്ത്യയിലും സമീപ രാജ്യങ്ങളിലും അനുഭവപ്പെടുന്ന ഇന്ത്യൻ മൺസൂണിനെ പറ്റി നമുക്കൊന്ന് നോക്കാം. ഇന്ത്യൻ മൺസൂൺ രണ്ട് തരത്തിലുണ്ട്. അതിൽ ഒന്നാമത്തതാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ, രണ്ടാമത്തത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ്. മൺസൂണിനെ പറ്റിയും അവ എങ്ങനെ രൂപപ്പെടുന്നു എന്നുള്ളതിനെ പറ്റിയുമൊക്കെ നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ മൺസൂണിനെ ആധാരമാക്കിയാണ്. ഒന്നാമതായി സൗത്ത് വെസ്റ്റ് മൺസൂൺ എങ്ങനെയുണ്ടാകുന്നുവെന്ന് നോക്കാം. അറബിക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ എന്നീ 3 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട രാജ്യമാണല്ലോ നമ്മുടെ ഇന്ത്യ. ഇന്ത്യയിലെ മിക്ക കരപ്രദേശങ്ങളിലെയും അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫറിക് പ്രഷർ കടലിന് മുകളിലുള്ള വായുവിന്റെ മർദ്ദത്തെ അപേക്ഷിച്ച് കുറവായിരിക്കും. ഇത് കടലിന് കരയേക്കാൾ കൂടുതൽ ചൂട് അബ്സോർബ് ചെയ്യാൻ കഴിയുന്നതിനാലും ഹീറ്റ് കണ്ടക്ടിവിറ്റി കൂടുതലായതിനാലുമാണ്. ഇതുകൊണ്ട് തന്നെ കരയെ അപേക്ഷിച്ച് കടലിന് മുകളിലുള്ള വായുവിന്റെ ചൂട് കുറവായിരിക്കും. കരയിലേക്ക് പതിക്കുന്ന സൂര്യകിരണങ്ങൾ അബ്സോർബ് ചെയ്യപ്പെടാതെ പകരം റിഫ്ലക്ട് ചെയ്യുന്നതിനാൽ കരയ്ക്ക് തൊട്ടു മുകളിലെ വായുവിനും ചൂട് കൂടുന്നു. വായുവിന്റെ ചൂട് കൂടുന്നതിനനുസരിച്ച് അതിന്റെ മർദ്ദത്തിലും അഥവാ പ്രഷറിലും വ്യത്യാസം സംഭവിക്കുന്നതിനാൽ കരയിൽ ലോ പ്രഷറും കടലിന് മുകളിലെ വായുവിന് ഹൈ പ്രഷറും ഉണ്ടാകുന്നു. ഡെക്കാൻ പ്ലേറ്റ്യൂ, താർ ഡെസേർട്ട്, നോർത്ത് ഈസ്റ്റേൺ രാജസ്ഥാൻ പ്ലേറ്റ്യൂ തുടങ്ങിയ വരണ്ട പ്രദേശങ്ങളാൽ സമൃദ്ധമായ ഇന്ത്യയിൽ കരപ്രദേശങ്ങൾക്ക് എന്തുകൊണ്ട് ഹൈ ടെമ്പറേച്ചറും ലോ അറ്റ്മോസ്ഫറിക് പ്രഷറും ഉണ്ടാകുന്നു എന്നതിൽ കുറച്ചുകൂടി കൃത്യത കിട്ടിക്കാണുമല്ലോ അല്ലേ? ഇങ്ങനെ കരയിലെ വായുവിന് ലോ പ്രഷറും കടലിന് മുകളിലെ വായുവിന് ഹൈ പ്രഷറും അനുഭവപ്പെടുന്ന സമയം പ്രഷർ ഡിഫറൻസ് കാരണം ഹൈ പ്രഷർ ഏരിയയിൽ നിന്ന് ലോ പ്രഷർ ഏരിയയിലേക്ക്, അതായത് കടലിൽ നിന്ന് കരയിലേക്ക് വായു വലിച്ചെടുക്കപ്പെടുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും ചരിഞ്ഞ് സഞ്ചരിച്ച് അറബിക്കടലിലേക്ക് എത്തുന്ന ഈ വായു ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറൻ കരയിലേക്ക് വീശുന്നു. ഇങ്ങനെ വീശുന്ന കാറ്റ് ആദ്യമായി പ്രവേശിക്കുന്നത് കേരളത്തിലെ കരപ്രദേശങ്ങളിലേക്കാണ്. അതുകൊണ്ട് തന്നെ സൗത്ത് വെസ്റ്റ് മൺസൂണിന്റെ തീവ്രതയുടെ രുചി ആദ്യം അറിയുന്നതും കേരളം തന്നെയാണ്. കടലിൽ നിന്നും കരയിലേക്ക് സഞ്ചരിക്കുന്ന വായുവിൽ നീരാവി അഥവാ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായിരിക്കും. ഇങ്ങനെ സഞ്ചരിക്കുന്ന വായുവിന്റെ ഗതിയിൽ തടസ്സമായി വരുന്ന അറബിക്കടലിന് സമാന്തരമായി സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ട മലനിരകളിൽ തട്ടി നീരാവി നിറഞ്ഞ ഈ വായു ഘനീഭവിച്ച് മഴമേഘങ്ങളായും പിന്നീട് അതിശക്തമായ മഴയായും ഭൂമിയിലേക്ക് പതിക്കുന്നു. ഈ മലനിരകൾ കാരണമാണ് കേരളത്തിൽ വളരെ വലിയ തോതിൽ മൺസൂൺ അല്ലെങ്കിൽ കാലവർഷം അനുഭവപ്പെടുന്നത്. ഇത്തരത്തിൽ ലഭിക്കുന്ന മഴയെ ഓറോഗ്രാഫിക് റെയിൻഫോൾ എന്ന് വിളിക്കപ്പെടുന്നു. ജൂണിൽ തുടങ്ങി സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുന്ന കാലാവസ്ഥയാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഭൂമിയിലെ തന്നെ കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ മൺസൂണിന് കഴിയുമെന്നിരിക്കെ എങ്ങനെയാണ് ഒരു പ്രദേശത്തെ കാലാവസ്ഥയെ നിർണ്ണയിക്കാൻ പോകുന്ന ശക്തമായ പ്രതിഭാസമായി മൺസൂൺ മാറുന്നതെന്ന് നമുക്കിനി നോക്കാം. വെറും ഒരു കാറ്റല്ല മൺസൂൺ. 2018 കൊടും ദുരിതം വിതച്ച പേമാരിക്കും വെള്ളപ്പൊക്കത്തിനും പിന്നിൽ ഇതേ മൺസൂണിന്റെ ഇടപെടലുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതിനെപ്പറ്റി അറിയുന്നതിനായി നമുക്ക് സാങ്കല്പിക അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുന്ന ഭൂമിയെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഭൂമിയുടെ നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും ഇക്വേറ്ററും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തണം. ജൂൺ മാസത്തിൽ ഇന്ത്യ ഉൾപ്പെടുന്ന നോർത്തേൺ ഹെമിസ്ഫിയറിന് മുഖാന്തരമായിരിക്കും സൂര്യൻ സ്ഥിതി ചെയ്യുക. ഈ പ്രദേശങ്ങളിൽ അതുകൊണ്ട് തന്നെ ചൂട് കൂടുതലായി അനുഭവപ്പെടുന്നു, പ്രത്യേകിച്ച് ഇക്വേറ്റർ റീജിയൻ. ഇതിനാൽ ഇക്വേറ്റർ റീജിയനിൽ ലോ പ്രഷറും ഇക്വേറ്ററിന് മുകളിലും താഴെയുമുള്ള പ്രദേശങ്ങളിൽ ഹൈ പ്രഷറും ആയിരിക്കും. ഈ പ്രഷർ ഡിഫറൻസ് മൂലം അവിടുത്തെ അന്തരീക്ഷ വായുവിന് ഹൈ പ്രഷർ റീജിയനിൽ നിന്നും ലോ പ്രഷർ റീജിയനിലേക്ക് ഒരു മോഷൻ ഉണ്ടാകും. അതായത് ഇക്വേറ്റർ റീജിയനിൽ ഇതുകൊണ്ട് തന്നെ ഇക്വേറ്ററിന് മുകളിൽ നിന്നും താഴെ നിന്നും കാറ്റിന്റെ സാന്നിധ്യം പ്രകടമായിരിക്കും. ഈ കാറ്റിനെയാണ് ട്രേഡ് വിൻഡ്സ് അഥവാ വാണിജ്യവാദം എന്ന് വിളിക്കുന്നത്. മൺസൂൺ വാദത്തിന്റെ ഗതിയെ ശക്തിപ്പെടുത്തുന്നത് ട്രേഡ് വിൻഡ്സ് കൂടി ചേർന്നിട്ടാണ്.
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രേഡ് വിൻഡ്സ് ഒക്കെ തന്നെ കൊറിയോളിസ് ഫോഴ്സിന്റെ ഇടപെടൽ കാരണം ഇക്വേറ്ററിലേക്ക് വീശുന്നത് ചരിഞ്ഞ ആംഗിളിലാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. മുൻപ് സൗത്ത് വെസ്റ്റ് മൺസൂണിനെ പറ്റി പറഞ്ഞപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും അറബിക്കടലിലേക്ക് സഞ്ചരിക്കുമ്പോഴുള്ള കാറ്റിന്റെ ആ ചരിവിനെ പറ്റി പറഞ്ഞത് ഓർമ്മയില്ലേ? ആ ചരിവുണ്ടാക്കുന്നത് കൊറിയോളിസ് ഫോഴ്സ് ആണ്. ഭൂമി സ്വയം ഭ്രമണം ചെയ്യുമ്പോൾ അതിന്റെ ഭ്രമണദിശയ്ക്ക് പെർപെൻഡിക്കുലർ അഥവാ ലംബമായി നീങ്ങുന്ന ഏതൊരു വസ്തുവിന്റെയും ദിശയ്ക്ക് ഭൂമിയുടെ ഭ്രമണം മൂലം ഒരു ഡീവിയേഷൻ സംഭവിക്കുന്നുണ്ട്. ഈ ഡീവിയേഷനെയാണ് കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ നിന്ന് വരുന്ന കാറ്റിന് വലത്തേക്കും സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് വരുന്ന കാറ്റിന് ഇടത്തേക്കും ചരിവ് സംഭവിക്കുമ്പോൾ രണ്ട് കാറ്റും ഇക്വേറ്ററിലെ ഒരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഒരു ലൈനിലേക്ക് കൺവേർജ് ചെയ്ത് വീശുന്നത് കാണാൻ കഴിയും. ഈ ലൈനാണ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോൺ അഥവാ ITCZ. ജൂൺ മാസത്തിൽ ഇക്വേറ്ററിനു ചേർന്നാകും ITCZ ഉണ്ടാവുക. ഭൂമിയിൽ സൂര്യന്റെ സ്ഥാനം ഓരോ മാസവും എങ്ങനെ എന്നതിനെ ആശ്രയിച്ച് ഇത് വ്യത്യാസപ്പെടാം. ജൂൺ മാസത്തിൽ ITCZ നോർത്തേൺ ഹെമിസ്ഫിയറിലായിരിക്കുമല്ലോ. സദേൺ ഹെമിസ്ഫിയറിൽ നിന്ന് വരുന്ന കാറ്റ് മർദ്ദം കുറഞ്ഞ ITCZലേക്ക് സഞ്ചരിക്കുമ്പോൾ കൊറിയോളിസ് ഫോഴ്സ് മൂലം ഈ കാറ്റിന് ചരിവ് സംഭവിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും താണ്ടി ഇത് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് സൗത്ത് വെസ്റ്റ് മൺസൂണായി എത്തുന്നത് ഇങ്ങനെയാണ്. ഇതേ സമയം വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ നോർത്ത് ഈസ്റ്റ് മൺസൂൺ ഒക്ടോബർ മാസത്തിൽ തുടങ്ങി ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്നു. ഈ മഴക്കാലത്തെ തുലാവർഷം എന്നും വിളിക്കാറുണ്ട്. ഒക്ടോബർ മാസത്തിൽ ITCZ ഇന്ത്യയുടെ താഴെയായതിനാൽ ഇന്ത്യൻ കരപ്രദേശങ്ങളിൽ നിന്ന് ITCZലേക്ക് അതായത് കടലിലേക്ക് കാറ്റ് വീശുന്നത് നമുക്ക് കാണാൻ കഴിയും. കരയിൽ നിന്നും കടലിലേക്ക് വീശുന്നതിനാൽ ഈ കാറ്റ് വരണ്ടതായിരിക്കും. ജലാംശം വളരെ തന്നെ കുറവായിരിക്കും. ഇതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ. ഓരോ സീസണിലും ഈ കാറ്റ് കൃത്യമായി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വീശുന്നത് കൊണ്ടാണ് മൺസൂണിനെ സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ് എന്ന് വിളിക്കുന്നത്. മൺസൂണിന് മൺസൂണിന്റെ പേര് ലഭിക്കാനിടയായത് ഈ ഒരു പ്രതിഭാസത്തിൽ നിന്ന് തന്നെയാണ്. പണ്ട് കച്ചവടത്തിനും മറ്റുമായി വന്നിരുന്ന പായ്ക്കപ്പലുകളെ കൃത്യമായി ഇന്ത്യയിലേക്ക് എത്തിച്ചിരുന്നതും ഈ കാലികവാദമായതിനാൽ ഋതുക്കൾ അഥവാ സീസൺ എന്ന അർത്ഥം വരുന്ന മൗസിം എന്ന അറബി പദത്തിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് രൂപപ്പെട്ടത്. മൺസൂൺ എന്താണെന്നും എങ്ങനെയാണ് ഭൂമിയിൽ അതും ഈ കൊച്ചു കേരളത്തിൽ പ്രത്യക്ഷമാവുന്നതെന്നും ഇപ്പൊ മനസ്സിലായില്ലേ? മെയ് അവസാനത്തോടെ കേരളത്തിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ കൊടികയറുമെന്നായിരുന്നു കാലാവസ്ഥാ പ്രവചനം. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വേനൽ മഴ തീവ്രമായിക്കൊണ്ടിരിക്കുമ്പോൾ ലാനിന, പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ അഥവാ പോസിറ്റീവ് IOD എന്നീ പ്രഭാവങ്ങളുടെ സമ്മർദ്ദത്താൽ 2024 ജനജീവിതങ്ങൾക്ക് ഭീഷണി ഉയർത്തിയ മറ്റൊരു 2018 സാക്ഷിയാകുമോ എന്നത് ആശങ്കാജനകമായ ചോദ്യമായി അവശേഷിക്കുകയാണ്.